എൻ്റെ പേര് ലാലി. ഞാൻ വരാപ്പുഴ ക്രിസ്തുരാജ് പള്ളി ഇടവകയിൽ നിന്നായിരുന്നു. ഇതെൻ്റെ മകള്, ഇത് മകളുടെ ഭർത്താവ്. എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യനാക്കിയതിന് അമ്മയോടും അമ്മയുടെ തിരുക്കുമാരനോടും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ മോൾക്ക് വിവാഹം വേണ്ടാന്നും പറഞ്ഞ് അവൾ എപ്പോൾ കല്യാണ ആലോചന വന്നാലും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ 2018 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടിയിലെ നിബന്ധനകളും പ്രാർത്ഥനകളും എല്ലാം ചെയ്ത് എല്ലാം 5:30 വെളുപ്പിനുള്ള പ്രാർത്ഥനയും എല്ലാം ചെയ്ത് ഞാനങ്ങനെ ഈശോയിലും മാതാവിനും പ്രാർത്ഥിച്ച് അവൾക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ഉടമ്പടിയിലാണല്ലോ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇവളും ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ച് അവൾ PSC ടെസ്റ്റിനൊക്കെ നടന്ന് അത് നടന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവിന് തീരുമാനമുണ്ടല്ലോ മോൾ ഉടമ്പടിയിലല്ലേ, മോൾ PSC എഴുതിയെങ്കിലും കിട്ടിയില്ലെങ്കിലും മോൾ പേടിക്കേണ്ട. അങ്ങനെ അവൾ UK പോകാൻ തീരുമാനമെടുത്തു. UK പോകാനെല്ലാം റെഡിയായി. അവൾ UK പോയി ജോലിയിൽ കെയർ ഹോമിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് സുഹൃത്തുക്കളൊക്കെ കൂടി പറഞ്ഞ് ഇവളുടെ വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർ ബയോഡാറ്റയൊക്കെ ഉണ്ടാക്കി മാട്രിമോണിയിൽ കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് മോളുടെ വിവാഹം ആലോചിക്കാൻ മിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കല്യാണം വന്ന്. അപ്പം ഞാൻ ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ നോക്കി. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ, എൻ്റെ മോൾക്ക് ഈ വിവാഹം മാതാവ് അനുവദിച്ചതാണെങ്കിൽ ഞാൻ ഈ ഉടമ്പടി പുതുക്കണ ടൈമിൽ എനിക്ക് മാതാവിനെ കിട്ടണേ മാതാവി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക 2-3 പേര് കോയിൻ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനെടുത്തപ്പോൾ എനിക്ക് കിട്ടി മാതാവിനെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവ് അവൾക്ക് വേണ്ടി തീരുമാനിച്ച മകനാണിത്. അങ്ങനെ മാതാവിൻ്റെ നാട്ടിൽ തന്നെ ഈ ആലപ്പുഴ അതിരൂപതയിൽ തന്നെ എനിക്ക് ഈ മകനെ കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ പ്രേക്ഷിത വേലയായിട്ട് പത്രം ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുകിടന്ന് കൊടുക്കും, വീടുകളിൽ കൊടുക്കും. പിന്നെ പ്രാർത്ഥനയായിട്ട് എല്ലാ വെളുപ്പിനും 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കുരിശിൻ്റെ വഴിയും കൊന്തയും പ്രാർത്ഥനകളും ചൊല്ലും. ബൈബിള് വായിക്കും. 1/2 മണിക്കൂറല്ല, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വായിക്കും. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന ദിവസവും ചൊല്ലും. ഇന്നും മുടക്കിയിട്ടില്ല ആ പ്രാർത്ഥന. മാതാവ് തന്ന, ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന, എൻ്റെ ഭവനത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. ഞങ്ങളുടെ മരണം വരെ എൻ്റെ മാതാവിനോടും ഈശോനോടും ഈ ഉടമ്പടിയിലും ഉറച്ച് എൻ്റെ മക്കളെല്ലാവരും ഉടമ്പടിയിലാണ്, ഈ മകളും ഉടമ്പടിയിലാണ്. ഇത്രയും തന്ന അനുഗ്രഹത്തിന് ഈശോന് 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ലാലി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ വലിയ അടയാളങ്ങളോടുകൂടിയാണ്. അമ്മയുടെ ജീവിതഭാരം ലഘൂകരിച്ചു എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മകളുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഈ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യം കൂടിയാണിത്. അമ്മയുടെ കൈവപ്പോടു കൂടിയ ഒരു വിവാഹമാണ് ഇതെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെ എൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന എൻ്റെ അടയാളമായി അങ്ങ് എൻ്റെ കയ്യിലേക്ക് വരണമേ എന്ന ഉടമ്പടി പുതുക്കുന്ന സമയത്തുള്ള ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ സാക്ഷാത്കരിച്ചു കൊടുത്തതുകൂടിയായ ഒരടയാളത്തോടു കൂടിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷികളായി എന്നിവർ ജീവിത പങ്കാളിയോടുകൂടി മകളും അമ്മയോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. നാം എത്ര തന്നെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മയുടെ സാക്ഷികളാകുവാൻ, പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ നാം തയ്യാറാവുകയാണെങ്കിൽ അമ്മ നമ്മുടെ ഏതു വലിയ നിയോഗങ്ങൾക്കും ഉത്തരം നൽകും, ഉടൻ പരിഹാരം നൽകും എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉറപ്പാണ് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ലാലിയുടെ മകളും ജീവിത പങ്കാളിയും
വളരെ സന്തോഷത്തോടു കൂടി തന്നെ അമ്മ ഈ സാക്ഷ്യം പറയുന്നത്, ആലപ്പുഴ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ജീവനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് തന്നെ ജീവിത പങ്കാളിയെ ലഭിച്ചതിൽ ഇവർ വളരെ സന്തുഷ്ടരാണ്. ഇവരൊരു തവണ ഇവിടെ മകളിവിടെ വന്ന് തനിക്ക് ജോലി ലഭിച്ചതിനും തൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നൽകിയതിനെ മകളിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇവരും ഉടമ്പടിയിൽ തന്നെയാണ്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ഏത് ജീവിത പ്രശ്നങ്ങളിലും പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം. ലാലിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.